കഴിയുന്നില്ല. ചമ്മോ. ഇനി പണിക്ക് പോണ്ട. ഇപ്പൊ പഞ്ചേച്ചിന്റെ വീട്ടില് എന്നോടൊന്നിനും കഴിയുന്നില്ല. അപ്പൊ ഏണി എത്രയായി ഇവിടെ വെച്ചിട്ട്. ഇതാരോ കൊണ്ട് വെച്ചത്, അവരൊന്നും എടുത്തിട്ടും പോകുന്നില്ല. എന്താ അമ്മേ, അമ്മക്ക് എന്താ പണിക്ക് പോകാനില്ലേ? അമ്മ എന്താ പോവാത്തെ? വയ്യ മോളെ, എനിക്ക് നടുവേദനയും നേരം വെളുക്കുന്നവരെ പനിച്ചിരിക്കുന്നു. ഇനി പഞ്ചേച്ചിന്റെ വീട്ടിൽ പോയി ഇഷ്ടംപോലെ പണിയുണ്ട്, അടിക്കാനും തുടയ്ക്കാനും ഒക്കെ. ആ തുണി ഇന്നലെ ഈ മഴയത്ത് നിന്ന് ഫുള്ള് കല്ലിൽ അലക്കിയതാ. അവരങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാനൊന്നും സമ്മതിക്കില്ല. എല്ലാം കൂടി ചെയ്തിപ്പോ എനിക്ക് എണിക്കാൻ വയ്യാണ്ടായി. ഞാനിപ്പോ എങ്ങനെയാ അവിടെ പോകുക? പണിക്ക് പോകാനിരിക്കുക. അതിനമ്മ വനജേച്ചിന്റെ വീട്ടിൽ മാത്രമാണ് പണിക്കുവന്ന്. അത് കഴിഞ്ഞ് ബിന്ദേച്ചിന്റെ വീട്ടിലും പോകുന്നില്ലേ? അമ്മ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി പണിയെടുക്കുന്നതിനെ കൊണ്ടാണ് അമ്മ ഇങ്ങനെ സുഖമായിട്ടൊക്കെ വരുന്നത്. മോൾ എന്തൊക്കെയാ പറയുന്നത്? ഈ രണ്ട് വീട്ടിൽ പണിക്ക് പോയിട്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. നീ അറിയണതല്ലേ ഇവിടുത്തെ കാര്യങ്ങള്. വീടിന്റെ വാടക കൊടുക്കണ്ടേ? അത് നമുക്കായതുകൊണ്ട് 3000 ഉറുപ്പിക വാടക തന്നവര്. ഇനിയിപ്പോ അവര് വേറെ 5000 തരാൻ പറഞ്ഞിട്ട് ആരോ വിളിച്ചിരിക്കണോ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനിയിപ്പോ 500 1000 കൂട്ടിക്കൊടുത്ത് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ രണ്ട് വീട്ടിൽ പണിക്ക് പോയത് കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. അല്ലാതിരുന്നാലോ? എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യ്, എനിക്ക് 2 ദിവസം സ്കൂളിൽ ലീവല്ലേ, ഇന്നത്തെ പണി ഞാൻ പോയി ചെയ്തോളാം. അമ്മയ്ക്ക് എന്തായാലും പനിയൊക്കെ അല്ലേ, ഇവിടെ റെസ്റ്റ് എടുത്തോ. മോൾക്കാവോ? ബൻജേഷിന്റെ വീട്ടിൽ കൂടുതൽ പണിയുണ്ട്. ബിന്ദേഷിന്റെ വീട്ടിൽ പിന്നെ അത്രയ്ക്ക് പണി ഉണ്ടാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, മോള് അന്ന് പോയി ചെയ്ത പോലെ ഒന്ന് അടിച്ചു തുടച്ച് പാത്രവും കഴുകി കൊടുത്തിട്ട് വാ. ബാക്കി ഞാൻ നാളെ പോയി ചെയ്തോളാം. അതൊന്നും അമ്മ നോക്കണ്ട, ഇന്നും നാളെ ഞാൻ പോയി പണിയെടുത്തോളാം. എന്താ മോളെ? അത് അമ്മയ്ക്ക് സുഖമില്ല, അപ്പൊ ഞാനിവിടെ പണിക്കാൻ വന്നത്. അയ്യോ, നിന്റെ അമ്മയ്ക്ക് സുഖമാണ്, നിന്ന് വിട്ടാ? നിന്നൊരു കാര്യം ചെയ്യ്, അടിച്ചു കുറച്ചും കൊണ്ട് വെക്കട്ടാ. ഇവളെന്താക്കും ഇത്ര നേരം പണിക്ക് വരണ്ട്? ഇതെന്താടി നീ വന്നിരിക്കുന്നത്? നിന്റെ അമ്മ എവിടെ? ഇന്നലെ അമ്മ ഇവിടുന്ന് നല്ല മഞ്ചേ, നീ ചെറിയ പണി ചെയ്തിട്ടേ കുട്ടു വിട്ടാ കേട്ടാ. അല്ലെങ്കിൽ വേലക്കാർ ജാനുവിനോട് നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ. നിങ്ങളുടെ ആരാ അവള്? ജാനകി മാത്രമേ ഉള്ളല്ലോ നാട്ടില്, പിന്നെ വേറെ ഒരു പെണ്ണുങ്ങളെയും പണിക്ക് കിട്ടില്ല. എന്ത് പറഞ്ഞാലും ജാനകി ജാനകി ജാനകി. ഓ കിട്ടും, 1-2 പണി നിൽക്കും, അവൾ മുന്നേറെ പോവും. അത്രയും നല്ല സ്വഭാവം നിന്റെ. എന്താടി നോക്കി നിൽക്കുന്നത്? അടിച്ചു ഒരു പൊടിയുണ്ട്, അടുക്കളയിൽ വേറെ പണി ഉണ്ടാ ചെയ്യും. നാട്ടിലെല്ലാ പെണ്ണുങ്ങൾക്കും നല്ല സ്വഭാവം അല്ലേ? എന്റെ സ്വഭാവം മാത്രം ശരിയല്ലേ? മനുഷ്യ, നിങ്ങളെയൊക്കെ ഞാൻ സഹിക്കുന്നതിന് എനിക്ക് മെഡൽ തരണം, മെഡല്. എനിക്ക് മെഡലല്ല കിട്ടുക, എനിക്ക് ചക്കന്റെ മെഡൽ കിട്ടും. ഇത്രയും പാത്രങ്ങളിൽ അമ്മ ഒറ്റയ്ക്കല്ലേ കഴുകല്? ദൈവമേ, ഞാനിത് എപ്പം കഴുകി തീർക്കാനാ? ആ പെണ്ണ് എന്തൊക്കെയാണോ എറിഞ്ഞു കൊടുക്കണ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്താ നോക്കിട്ട് വരട്ടെ. ഇടി, നീ എന്താ ഇവിടെ കട്ട് തിന്നുന്ന? കട്ട് തിന്നതല്ല, ഇത് കഴുകാൻ വെച്ചപ്പോ വിശപ്പെടുത്തതാ. വിശക്കുകയാണെങ്കിലേ നല്ലോണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണം. അല്ലാണ്ട് നാട്ടുകാരന് വേണ്ടി പണിക്ക് വന്നിട്ട് അവിടെ നിന്ന് കഴിച്ച് തടിക്കാൻ പറഞ്ഞിട്ട് വരേണ്ടത്. മര്യാദക്ക് പറഞ്ഞത് അവിടെ എന്താ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവിടെ ചെയ്താൽ മതി. അതിന്ന് ഇതൊന്നും എന്തെങ്കിലും കഴിച്ചിട്ട് തിന്നിട്ടുണ്ടെങ്കിലേ ശരിയാക്കി തരും ഞാൻ. കഴുകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കളയി, എനിക്ക് തിന്നാൻ വെച്ചതല്ല അത്. ബഹളോ? അവിടെ രാവിലെ ഉണ്ടാക്കി കുഴക്കട്ടയില്ലേ, ഞാൻ അതിനെ കളയാൻ വേണ്ടി വെച്ചതാ. പെണ്ണതിന് എന്നെ നോക്കി നോക്കിട്ട് എടുത്തെടുത്ത് വായിലിരുന്നു. കള്ളത്തി ആ പെണ്ണ്, അവളുടെ അമ്മന്റെ അതേ സ്വഭാവം. കുട്ടികളെ അവമാനിക്കല്ലേ? ഇയാൾക്ക് എന്താ ഈ കുട്ടിനോട് ഇത്രയും സ്നേഹം? ജാനകിനാണെങ്കിൽ അതിലേറെ ജീവനാണല്ലോ. ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്, ഞാൻ കണ്ടുപിടിച്ചിട്ടേരിക്കുള്ളൂ. എന്താ മോണി, എന്താ എടുത്ത് കഴിച്ചത്? ഞാനിത് വേസ്റ്റിൽ വെച്ചത് കണ്ടപ്പോ എടുത്ത് കഴിച്ചതാ. അതിന് ആന്റി വഴക്ക് പറഞ്ഞു. മോളെ, ഇതിലാണ് ഇപ്പൊ ഇത്രയും വഴക്ക് പറഞ്ഞത്? മോളെ, ഇത് ഭയങ്കര എരിവ്, അത് ഞാൻ ഒഴിവാക്കിയ. മോള് വേണി കഴിച്ചാൽ കേട്ടാ, എന്നെ ഇത് ഒഴിവാക്കിട്ടാ. സമാധാനമായില്ലടി?
കഴിക്കടി. നീ കൈയിട്ട് ആര് കരുതി വെച്ചിരിക്കുക? കഴിച്ചതിന്റെ ഫ്രണ്ടോരം അടങ്ങും. ആ പാത്രങ്ങൾ മുഴുവനും കഴിക്കണ്ടേ? വേഗം തുടയ്ക്കാൻ നോക്ക്. സമയത്രയെന്ന് പറഞ്ഞിട്ടാ? ആ പിന്നല്ലാതെ, ഞങ്ങൾ കല്യാണത്തിന് 2 ദിവസം മുൻപ് വരും. പോരെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേച്ചി എപ്പോഴാ പോവുക? ആ ആ ആ ആ ശരി ശരി എന്നാ ശരി. എടി, മോപ്പ് നല്ലോണം പിഴിഞ്ഞു തുടക്കടി. ഇവിടെ മുഴുവനും വെള്ളമല്ലേ? ആന്റി മോപ്പത്തേങ്ങനെ പിഴിയാൻ എനിക്കറിയില്ല. അതിന് മോപ്പ് നല്ലപോലെ പിഴിഞ്ഞ് തുടയ്ക്കാൻ അറിയുന്നില്ലെങ്കിലേ പിന്നെ എന്തിനു രാവിലെ എന്നിട്ട് ഇവിടെ പണിക്ക് വന്നത്? മറ്റുള്ളവരുടെ വീട്ടിലെ പൈസ പറ്റിച്ചു പോകാൻ അമ്മ അയച്ചു വിട്ടതാ? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആന്റി. ഞാൻ പിടിക്കണോ? വെള്ളം വെച്ചിട്ട് വേണം. അപ്പോഴും പറഞ്ഞു ചമ്മന് മോപ്പ് നല്ലവണ്ണം പിഴിഞ്ഞ് തുടക്കിന്ന്. അത് വെള്ളത്തോടെ തുടച്ചിട്ട് എന്നെ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ ആ പണിക്ക് സപ്പോർട്ട് ചെയ്തോ. ഞാൻ വീട് കിടക്കുമ്പോഴും അങ്ങനെ ആക്കി പിടിയും പെടുന്നു. എന്നെ ഇവിടെ നിർത്തണ്ടേ? ഇവിടേക്ക് ഒന്ന് അടിച്ചു വരട്ടെ. പനിയെന്ന് പറഞ്ഞിട്ടിരുന്ന കിടക്കണ കോലും എന്താണ്? 2 വീട്ടിലെ പണി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒന്നും ചെയ്യാനും സമയം കിട്ടില്ല. അമ്മ എന്താ ഈ പനി വെച്ച് ചെയ്യുന്നേ? ആ മോള് വന്നോ? ഇതെന്താ ഇത്രയും നേരം? അതൊന്നും അതൊന്നും പറയണ്ട അമ്മേ. അവിടെ കൊറേ പണി ഉണ്ടായിരുന്നു, അത് തീർന്നു വരണ്ടേ. എന്നിട്ട് വഞ്ചേച്ചി നിന്റെ പണിയൊക്കെ ഇഷ്ടപ്പെട്ടോ മോളെ? ആർക്ക് ഇഷ്ടപ്പെട്ട് വരാൻ കുറച്ച് പാടാ. അമ്മ എന്നെ പണിയെടുക്കുമ്പോ അത് പറ്റില്ല ഇത് പറ്റില്ല അവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, എന്റെ പണിയൊക്കെ ഇഷ്ടപ്പെട്ടമ്മേ. പിന്നെ വനചേച്ചി പറഞ്ഞു ഒരാഴ്ചത്തേക്ക് അവിടെ ഉണ്ടാവില്ല കേട്ടോ, പനിയൊക്കെ മാറിയിട്ട് നല്ല പോയാൽ മതി പറഞ്ഞു. ആണോ? അപ്പൊ വഞ്ചേച്ചി കുറച്ച് ദിവസം അവിടെ ഉണ്ടാവില്ല? അയ്യോ, ശമ്പളം വാങ്ങായിരുന്നു മോളെ, വാടക കൊടുക്കണം. ഞാൻ അറിയില്ലായിരുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പൊ കുറച്ച് ദിവസം കഴിയണ്ട കിട്ടണമെങ്കിൽ. എന്തെങ്കിലും പറയാ ഓണറിനോട്. അത് സാരില്ല അമ്മേ, ബിന്ദീജിന്റെ കയ്യിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം കൂടി കൂട്ടി വാങ്ങിക്കോ. അത് സാരമില്ല, എന്തായാലും വഞ്ചേച്ചി 2 ദിവസം കഴിഞ്ഞ വരില്ലേ, അപ്പൊ ഞാൻ പോയി വാങ്ങിക്കാം മോളെ. അമ്മ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കിട്ടോ, ഞാൻ ബിന്ദീജിന്റെ വീട്ടിൽ പോയിട്ട് വേഗം വരാട്ടോ. പാവം എന്റെ കുട്ടി, ഒരു ദിവസം സ്കൂളിൽ ലീവായിട്ടിരുന്നതാ, അപ്പൊ തന്നെ എനിക്ക് പനിയും വന്നോ. ഞാൻ അടച്ചു തുടക്കാനൊന്നും പോയിട്ടില്ലെങ്കിൽ ആ ശമ്പളം അവര് പിടിക്കും. പോയി വരട്ടെ ഇപ്പൊ അവള്. ബിന്ദീച്ചി. ആ മോളെ, നീ എന്താ വന്നിരിക്കുന്ന? അമ്മയുടെ? ആ ബിന്ദീച്ചി, അമ്മയ്ക്ക് പനിയാണ്. അപ്പം ഞാൻ വനജീച്ചിയുടെ വീട്ടിലായിരുന്നു ഇത്ര നേരം പണിയെടുത്തേ, അപ്പം ഇങ്ങോട്ട് വന്നതാ, അതാ ലേറ്റ് ആയ. അയ്യോ, അങ്ങനെ വിളിച്ചു പറഞ്ഞാ പോരെ മോളെ? നീ എന്തിനാ വന്നത്? ഇവിടുത്തെ പണിയൊന്നും ഞാൻ ചെയ്യില്ലേ? അത് സാറില്ല ചേച്ചി, ഞാൻ വന്നില്ലെങ്കിൽ എന്തായാലും അമ്മ പണിക്ക് വരും. അമ്മ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചിട്ടാ. എന്താ പണിയെടുക്കണ്ടേ? അയ്യോ മോളെ, നിനക്ക് ആപ്പാട് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ അല്ലേ എപ്പോഴെങ്കിലും ലീവ് കിട്ടുള്ളൂ. ആ സമയത്ത് ഇവിടെ പണിക്ക് വരണോ? കുട്ടികളുടെ കളിക്കുകയല്ലേ, പഠിക്കാൻ ചെയ്തൂടെ? ഇനിയിപ്പോ എന്തായാലും വന്നില്ലേ, മോൾ അടിച്ചു വരെ, ബിന്ദുവെച്ചൊക്കെ തുടച്ചോളാം. എന്നിട്ട് നീ പോയിക്കോ കേട്ടോ. അത് സാറില്ല ചേച്ചി, ഞാൻ അടിച്ചു തുടച്ചോളാം. പാവം കുട്ടി, സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി പണിയെടുത്ത് പിന്നെ ഇവിടത്തേക്ക് പണിയെടുക്കാൻ വന്ന്. നമ്മുടെ മക്കളാണെങ്കിൽ സ്കൂളില്ല പറഞ്ഞാൽ 11 മണി വരെ ഉറക്കുമായിരിക്കും. എന്തുമാത്രം കഷ്ടം ഉണ്ടാവുമല്ലേ വീട്ടില്. അത് കാരണല്ലേ ചെറിയ കുട്ടി പോലും വീട്ടുപണിക്ക് വരിക. മോളെ, മതി അടിച്ചു വാരിയത്, നീ പോയിക്കോട്ടാ. പിന്നെ നീ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ആന്റി, ഞാൻ രാവിലെ തന്നെ വനചേച്ചിന്റെ വീട്ടില് പണിക്ക് പോയി. പിന്നെ അവിടെ നിന്ന് എന്നോടൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റാനോ? എന്തബദ്ധം? അത് എന്നോട് തുടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മോപ്പ് വെള്ളത്തിലിട്ട് എനിക്ക് പിയ്യാൻ കിട്ടിയില്ല.
അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് തുടച്ചു. അത് നോക്കാതെ അവര് വന്ന് നിലത്ത് വീണു. എനിക്ക് കുറെ കേട്ടു. പിന്നെ ഞാനങ്ങ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് അങ്ങോട്ട്. അമ്മേനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് കാലിനെന്തോ പറ്റിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ആൻറ്റി. അവിടുന്ന് ഒരു പാത്രത്തിനകത്ത് കുറച്ച് കോഴിക്കട്ട കിടന്നു കണ്ടിരുന്നു. അതവർ ഒഴിവാക്കിയതാ. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ വിശന്നിട്ട് ഞാൻ എടുത്ത് ഒരെണ്ണം വായിലിട്ടു. അതവർ കണ്ടു വന്നു. ഒരുപാട് വഴക്കായി. അങ്ങനെ വീട്ടിലേക്ക് വന്നു. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വേഗം വന്നു. അമ്മയ്ക്ക് പനിയെ കൊണ്ട് അമ്മയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതാ. അയ്യോ മോളെ, ഞാൻ ഇത്രയും നേരം അമ്മനെ കാണാതിരുന്നപ്പോഴേ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്കുള്ള പലഹാരം ഒന്നും എടുത്തു വെച്ചില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? അയ്യോ വേണ്ട ആൻറ്റി, അമ്മ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ അടിച്ചൊരു കഴിഞ്ഞിട്ട് പോയിക്കോളാം. എന്നാ അടിച്ചു വാരി കഴിഞ്ഞിട്ട് മോളിവിടെ ഇരിക്കട്ടോ, ഞാനിപ്പോ വരാം. മോളെ, പിന്നെ ഇതിൽ കുറച്ച് പച്ചക്കറിയും പിന്നെ ആട്ടയും കുറച്ച് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. മാവുകൾ, കടലി ഇതൊക്കെ ഉണ്ട് കേട്ടോ. നീ അത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. പിന്നെ ഈ പഴം നീ കഴിക്കും. കുറച്ച് ദിവസം അമ്മന് പണിക്ക് വരണ്ടെന്ന് പറയും കേട്ടോ. അമ്മയുടെ അസുഖമൊക്കെ മാറിയ ശേഷം അമ്മ പണിക്ക് വന്നാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല കയ്യിൽ. ഗൂഗിൾ പേ അമ്മയ്ക്കില്ലല്ലോ. ഒരു കാര്യം ചെയ്യും മോളെ, വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വാ. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരട്ടെ, ഞാൻ കുറച്ച് പൈസ തരുന്നുണ്ട്. ഞാനും അമ്മയും കൂടി വീട്ടിൽ പോയി കഴിച്ചോളാം.